എൻ്റെ സിനിമയും വീഡിയോ കാണുന്ന എനിക്കറിയാം ഈ സൗണ്ടിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലായി കാണല്ലോ. ഇന്ന് കറുപ്പ് കണ്ടു വന്നു, അതിൻ്റെ എഫക്റ്റാണ്. ഓൾറെഡി ചെറിയൊരു കിച്ചുണ്ടായിരുന്നെങ്കിൽ കൂടി സൂര്യ ടൈറ്റിൽ കാർഡോടുകൂടി എൻ്റെ സൗണ്ട് അങ്ങ് പോയി. പിന്നെ അങ്ങോട്ട് എന്തൊക്കെയോ അതിനെക്കൊണ്ട് പറ്റുന്ന ഒച്ചയൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ 165 രൂപ ഞാൻ മുതലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം. കുറേയായി 200 കോടിയായി പടത്തിന് മിക്സഡ് അല്ലെങ്കിൽ നല്ല റെസ്പോൺസ്, അതുപോലെ തന്നെ മോശം റെസ്പോൺസ് ഒക്കെ കേട്ടു. ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം മേ ബി ഞാൻ ഇതുവരെ ഒരു സൂര്യ പടവും തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. അതുകൊണ്ടും പിന്നെ ഈ സിനിമയുടെ ട്രെയിലറും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പടം കാണുന്നതിൽ ആദ്യത്തെ ആഗ്രഹം വേറെ ഒന്നുമില്ലായിരുന്നു. സാഹിയ ബച്ചൻ ഇതിലെ മറ്റേ ഗോഡ്സ് മൂഡ് എന്നൊരു പാട്ട് ഫസ്റ്റ് ഇറങ്ങി, അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആഗ്രഹം. അതാണ് ഏറ്റവും വലിയ ടിക്കറ്റ് എടുക്കാനുള്ള കാരണം. രണ്ടാമത് സൂര്യ, മൂന്നാമത്തത് വേറെ ഒന്നുമില്ല. എനിക്ക് ഈ ടൈപ്പ് പടങ്ങൾ ഭയങ്കര ഇഷ്ടം. ഈ ലോജിക്കില്ലാത്ത അല്ലെങ്കിൽ ഓവർ ദ ടോപ്പ് ആക്ഷൻ, ആ ടൈപ്പ് ഓഫ് ഇപ്പോൾ ഒന്നും വേണ്ട, വെറുതെ ഒച്ചയും വിളി ഉണ്ടാക്കാൻ വേണ്ടി കഥ പറഞ്ഞ് ഇരുന്ന് കാണാൻ പറ്റിയ സിനിമ. ഫാൻ ഷോ ഇവിടെ ലിമിറ്റഡ് സ്ക്രീൻസുകളിലായിരുന്നു. അപ്പോൾ അങ്ങനെ കാരണങ്ങൾ ഫാൻ ഷോ പോകാൻ പറ്റിയില്ല. പിന്നെ അങ്ങ് നിന്നുപോയി, പോകാൻ പറ്റിയില്ല. പക്ഷേ ഈ ഒരു ഇന്ന് പെട്ടെന്ന് ഒരു ദിവസം അവിടെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പോയി പെട്ടെന്ന് ടൈമുണ്ട്, പൈസ ഉണ്ട്. കറുപ്പ് കൈരളിയിൽ 11 മണിക്ക് ഒരു ഷോ ഒന്ന് കണ്ടു. അത്യാവശ്യം ബുക്കിംഗാണ്. സെൻട്രൽ ഒരു 4 സീറ്റുണ്ട്. ഞാനും എൻ്റെ കമ്പനിക്കാർ ഒന്നും നോക്കിയില്ല, ജസ്റ്റ് കയറി. വേറെ ഒന്നുമില്ല, ഒരിക്കും പ്രതീക്ഷയില്ല. എനിക്ക് ആഫ്റ്റർ റിവ്യൂവിന് ശേഷം എനിക്ക് വലിയ പ്രതീക്ഷയില്ല. പക്ഷേ എനിക്ക് കാണുന്നുള്ള ഒരു സാധനമുണ്ട്. ഞാൻ പറഞ്ഞ ആ പാട്ട് അത് തിരികെ ടൈറ്റിൽ കാർഡ് വന്നപ്പോൾ എൻ്റെ സൗണ്ട് പോയി. പിന്നെ അതുപോലെ തന്നെ ടോട്ടലി ഞാൻ ഈ പടം അങ്ങ് ഒച്ച ഉണ്ടായി കുതിന് കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെ ഒരു തമിഴ് ഓഡിയൻസ് ഉണ്ട്, കോഴിക്കോട് ആയിട്ടുള്ള തമിഴ് ഓഡിയൻസ്. ഞങ്ങളുടെ ചുറ്റും അവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവരൊരു 10 പേരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 2 പേര് മാത്രമേ സൗണ്ട് ഉണ്ടാകുന്നത്, ബാക്കിയൊക്കെ ഫാമിലീസും ഇങ്ങനത്തെവരൊക്കെയാണ്. അത് അവരുകൂടി ഉള്ളതുകൊണ്ട് ഒരു വൈബാക്കി നമ്മൾ പടം കണ്ടിട്ടുണ്ട്. അവരുള്ളതാണ് ആശ്വാസം. ഞാൻ വിചാരിച്ച ആരും ഉണ്ടാവില്ല, കുറച്ച് ദിവസം കഴിഞ്ഞല്ലോ. പക്ഷേ നല്ലൊരു ഫീൽ കിട്ടിയൊരു പടമാണ്. തുടക്കത്തിൽ ഒരു ഫസ്റ്റ് അരമണിക്കൂർ ഇൻ്റർനെറ്റ് പരിപാടിയൊക്കെ കിഡിലാക്കിയിട്ടുണ്ട്. പക്ഷേ എവിടേക്കോ ടോട്ടലി പടം നോക്കുകയാണെങ്കിൽ ഒരു ബോറടി ഫീൽ നമുക്ക് തരുന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞില്ല, ഈ ഒരു വൈബ് കാണാം. നമ്മൾ വെറുതെ ഇങ്ങനെ കുത്തിരുന്ന് സ്ക്രീനിൽ നോക്കി കാണുന്നതിന് അപ്പുറത്ത് ഞങ്ങൾ 4 ആളിരുന്ന് ഓരോ സീനെ പറ്റി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ചിരിച്ച് ടൈറ്റിൽ കാർഡ് മുതൽ എനിക്ക് തൊള്ളിടുക. ബേസിക്കലി ഈ പടം ഒരിക്കലും OTT ഇറങ്ങി കഴിഞ്ഞാൽ ട്രോൾ മെറ്റീരിയലാവും. അതുപോലെ തന്നെ ഈ സിനിമ ഒരിക്കലും OTT വർക്കാവില്ല. നമ്മൾ ഒരു ഫോളൊന്നും കാണിച്ച് ഒരു കാര്യമില്ല. കാണുകയാണ് തിയേറ്ററിൽ ആ ഒരു സൗണ്ട് എഫക്റ്റും ആ ഒരു രീതിയിൽ ഈ പടം കണ്ടിട്ട് കാര്യമുള്ളൂ. ആഫ്റ്റർ ബബ്ബ ആ സിനിമ തിയേറ്ററിൽ കണ്ടവർക്ക് അറിയാൻ അതിൻ്റെ എഫക്റ്റ് എന്തായിരുന്നു. സെയിം തന്നെ OTT കണ്ടു കഴിഞ്ഞാൽ റിവ്യൂ എന്നൊക്കെ പറയാനാണെങ്കിൽ നമ്മൾ കണ്ട് മടുത്തൊരു ടിപ്പിക്കൽ പരിപാടി. അതിലേക്കൊരു ദൈവം പ്രസൻസ് കൊണ്ടുവരിക. ഒരു ആദ്യ അരമണിക്കൂറൊക്കെ പരിപാടി ഒരു എന്താണ് അത് ആക്ട് ചെയ്തവരൊക്കെ കിടിലാക്കിയിട്ടുണ്ടെങ്കിലും ടോട്ടലി നമുക്കൊരു എന്താ പറയുക, ഒരു സാധനം ഒരു ബോറിങ് എവിടേക്കോ ഈ ടോട്ടലി ഒരു പടത്തിന് ബോറിങ് ഫീൽ കിട്ടുക. തുടക്കം നമുക്കവിടെ ഈ പറഞ്ഞ പോലെ എനിക്ക് കൂക്കും വിളി ഉണ്ടാകുന്ന സാധനം ഇല്ലായിരുന്നു. ഈ തുടക്കം ഒരു ഫസ്റ്റ് അരമണിക്കൂർ ആ ഒരു ഫ്ലാറ്റ് ആയിട്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് എനിക്ക് മനസ്സിലായി ഇപ്പം അങ്ങനെ കണ്ടിട്ട് കാര്യമില്ല. എന്ത് വന്നാലും ഒച്ച ഉണ്ടാക്കുക, ഉഷാറാക്കുക, ആ ലെവലിൽ കാണുക, വൈബാക്കുക. അങ്ങനെ കണ്ട പടം മുതലാണ്. ഇപ്പോൾ എനിക്കൊന്ന് പലർക്കും പടം സ്ക്രീനോ കുറഞ്ഞിട്ടുണ്ട്, ദൃശ്യം എഫക്റ്റ് വന്നുകൊണ്ട്. ബട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ പിന്നെ കാണുക, അല്ലെങ്കിൽ ഫോൺ